ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അടുത്തിരിക്കുന്ന ഹീറോ മാവറിക് 440 ആണ്. ഇതിനു മുമ്പ് നമ്മൾ ഹാർലി ഡേവിഡ്സൺ X440 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഹൃദയമായിട്ട് വരുന്ന വാഹനമാണ് ഈ ഇരിക്കുന്ന മാവറിക് 440. ശരിക്കും പറഞ്ഞാൽ ഹീറോയാണ് ഈ റേഞ്ചിൽ 3 വർഷങ്ങളായിട്ട് ഇന്നോവേഷൻ നടത്തിക്കൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഹാർലി X440 ഇറക്കി വിട്ടതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹാർലിയെക്കാട്ടും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു വണ്ടിയാണ്. ഇത് കുറച്ചുകൂടെ മസ്കുലാർ ലുക്കും കുറച്ചുകൂടെ ഫിറ്റും ഫിനിഷും കുറച്ചുകൂടെ ക്വാളിറ്റിയൊക്കെ ഇനി ഫീൽ ചെയ്യുന്നുണ്ട് ഹാർലി അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ പ്രൈസും കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഹീറോ എന്ന കമ്പനിയുടെ ആദ്യത്തെ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വാഹനമാണിത്. ഹീറോയുടെ ഇനി 400cc വരാൻ പോകുന്ന എക്സ്പൾസ് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ലൈനപ്പിൽ കിടപ്പുണ്ട്. അതൊക്കെ ഹീറോ ഇനി 2.0 കോൺഫിഗറേഷനുള്ള ഒരു ഷോറൂമിലായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് ഹോണ്ടയുടെയൊക്കെ ബിഗ് വിങ് പോലെ ഈ ഹയർ സിസിയിൽ ഈ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളൊക്കെ ഇനി അവിടെ ആയിരിക്കും അവൈലബിൾ ആയിട്ട് വരാൻ പോകുന്നത്. ഹീറോ എന്ന് പറഞ്ഞ കമ്പനിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം ഓടി വരുന്നത് സ്പ്ലെൻഡർ, പാഷൻ, ഗ്ലാമർ പോലുള്ള കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിലെ കിരീടം വെക്കാത്ത രാജാവായിട്ടുള്ളൊരു കമ്പനിയാണ് ഹീറോ. അപ്പോൾ അവരുടെ ഫസ്റ്റിലത്തെ തന്നെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലോട്ടുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണ് ഈ ഒരു വണ്ടി. ഒരു ആദ്യത്തെ പ്രീമിയം വണ്ടിയും കൂടെയാണ് ഹീറോയുടെ. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു ക്വാളിറ്റിയും എല്ലാ ഒരു ഫിറ്റും ഫിനിഷും ഈ ഒരു വണ്ടിയിൽ ഹീറോ കാഴ്ച വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഹാർലി ഡേവിഡ്സൺ X440 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് 1 ലക്ഷത്തോളം രൂപയോളം കുറവാണ്. പക്ഷേ ആ ഒരു കുറവൊന്നും ഈ ഒരു വണ്ടിയിൽ കാണാനില്ല. വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഫിറ്റും ഫിനിഷും നല്ലൊരു ക്വാളിറ്റിയൊക്കെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും പ്രൈസ് കട്ടിങ് നടത്തിയിട്ട് പോലും അതിൻ്റെ ഒരു കുറവൊന്നും ഈ വണ്ടിയിലില്ല. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇതിൻ്റെ ഒരു മിറേഴ്സിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഹീറോയുടെ ഒരു പ്രീമിയം മിറേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഹീറോ എന്നൊരു ബാഡ്ജിങ് ഒക്കെ കാണാം. ഹീറോയുടെ H ലോഗോയുടെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആണ്, നല്ല ഫിറ്റും ഫിനിഷും ക്വാളിറ്റി അത് ഈ വണ്ടിയുടെ എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ വരുന്നത്. തൊട്ട് താഴെ നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കുന്നത്. ഇവിടെ ഒരു ഷാമ്പെയിൻ ഗോൾഡ് കളറിൽ ഒരു ചുറ്റും ഒരു റിങ് കൊടുത്തിട്ടുണ്ട് ഹെഡ്ലൈറ്റിന് ചുറ്റും. അത് ഇതിൻ്റെ ഒരു പ്രീമിയംനെസ്സിനെ നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ചേമ്പർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ്. അത് ഓട്ടോ ഇലുമിനേറ്റഡ് ആണ്. രാത്രിയാകുമ്പോൾ തന്നെ തെളിയുന്ന പോലെയാണ്. അത് ഞാൻ ആ മീറ്റർ കൺസോൾ കാണിക്കുമ്പോൾ അത് കാണിച്ചു തരാം. പൊക്കത്തെ LED ആണ്. താഴെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്, ഹൈ ബീം. പിന്നെ ഇവിടെ H ഷേപ്പിൽ ഹീറോയുടെ ലോഗോനെ ഡിനോട്ട് ചെയ്യുന്ന തരത്തിലാണ് ആ ഒരു DRലും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഓൾ ലൈറ്റ്സ് ആർ LED ആണ്. ഇൻഡിക്കേറ്ററിൻ്റെ നടുക്ക് ഹീറോയുടെ ഒരു ലോഗോ കാണാം. ഹാർലി ഡേവിഡ്സണിലൂടെ ഹാർലിയുടെ ആ ലോഗോ കാണാമായിരുന്നു. ഹീറോയിൽ വന്നപ്പോൾ ഹീറോയുടെ ലോഗോയാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മഡ് ഫ്ലാപ്പും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ്റെ കാര്യങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അതൊരു 43mm സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ആ USD ഒന്നും കൊടുക്കാഞ്ഞത്. പക്ഷേ ഇതിലൊരു ഗോൾഡൻ കളർ USD കൂടെ വന്നതിന് ഇതിൻ്റെ ലുക്ക് മാരകമായേനെ. ചിലപ്പോൾ ഇതിൻ്റെ ഒരു വേർഷൻ 2 ഒക്കെ ഇറങ്ങുമ്പോൾ ഒരു ഗോൾഡൻ കളറുള്ള ഒരു അപ്സൈഡ് ഡൗൺ സൈഡ് ഷോക്ക് അപ്സറൊക്കെ വെച്ച് ഇറക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ട്യൂബ്ലെസ് ടയർ നമുക്ക് കാണാൻ പറ്റും. 110, 70, 17 MRF സാപ്പർ ടയേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയറാണ്. 320mm ഡിസ്ക് ബ്രേക്ക് വിത്ത് ABS ബൈബർ കാലിപ്പറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്കിൻ്റെ അത് ഇഷ്ടപ്പെട്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ ആക്സിലിന് ഇവിടെ നട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്താ ഇതിൻ്റെ നട്ടൊന്ന് ഊരിപ്പോയതാണോ, ഇത് കാണാനൊന്നുമില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു ആക്സിലും സംഭവങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. സാധാരണ ആക്സിലിൻ്റെ അപ്പുറത്ത് ഒരു നട്ട് കാണുക, പക്ഷേ ഇതിലത് കാണാനില്ല. പിന്നെ ഈ ഒരു സൈഡ് പ്രൊഫൈലിലോട്ടൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ അടിയിലൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഹോൺ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇതിനൊരു ഡെഡിക്കേറ്റഡ് ഒരു സ്ലോട്ട് പോലെ ഒരു സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നല്ല വെൽ ക്രാഫ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വെൽ ഫിറ്റഡ് ആയിട്ടാണ് ആ ഒരു ഹോണിനെ ഇവിടെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ഹോണിൻ്റെ കാര്യം പോലും ഹീറോ അത്രയധികം ശ്രദ്ധിച്ചു എന്നുള്ളതിലാണ് ഈ ഡിസൈനിങ്ങിൻ്റെ പാർട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും. പിന്നെ സൈലൻസറിൻ്റെ ഇവിടെ ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ സൈലൻസറിൻ്റെ പൈപ്പ് ഇതിൻ്റെ എഞ്ചിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗം തൊട്ട് ഹൃദയം ഫുള്ളും നമ്മൾ ഹാർലി ഡേവിഡ്സൺ X440 കണ്ട ആ ഒരു സെയിം ഹൃദയം തന്നെയാണ്. പിന്നെ ഒരു ട്രെലിസ് ഫ്രെയിമിലാണ് ഈ ഒരു വാഹനം വരുന്നത്. ഇവിടെ ഹീറോയുടെ ഒരു ലോഗോ സ്റ്റിക്കർ കാണാൻ പറ്റും. ഇവിടെ മാവറിക് 440 എന്നുള്ള ഒരു 3D ലോഗോ കാണാൻ പറ്റും. ഇത് ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആണ്. ടോപ്പ് വേരിയൻറ്റിലാണ് ഈ 3D ലോഗോ വരുന്നത്. ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റും ഉണ്ട്, പിന്നെ ഒരു മിഡിൽ വേരിയൻറ്റും ഉണ്ട്. അപ്പോൾ ആ വേരിയൻറ്റിലൊക്കെ വെറും സ്റ്റിക്കറാണ്. ഇവിടെ മാവറിക് 440 എന്നുള്ള സ്റ്റിക്കറും കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള പെട്രോൾ ടാങ്ക് ലിഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കൈ പിടിക്കൊന്നും വേണ്ട. 13.5 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്കാണ് വരുന്നത്. E20 കേപ്പബിൾ ആയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല സോളിഡ് ആയിട്ടുള്ള നല്ല എന്താ പറയുക ഫിറ്റും ഫിനിഷും ഇതിനൊന്നും ഒരു ഇളക്കമൊന്നുമില്ല. നല്ല വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള കിടിലൻ ഒരു ടാങ്കാണ്. നല്ല മസ്കുലാർ ലുക്ക് ആ ടാങ്ക് തരുന്നുണ്ട്. ഈ ടാങ്ക് തൊട്ട് ഈ കൗൾ പോർഷനൊക്കെ ഇങ്ങനെ വരുമ്പം ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും മസിൽ കൂടി എന്താ പറയുക നെഞ്ചും വിരിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ആ ഒരു ലുക്കാണ്. ഈ സൈഡ് ലുക്കിലൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ ഇവിടെ X-Torque എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എഞ്ചിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ ഹീറോയുടെ ഒരു ലോഗോ എഞ്ചിനിലും കൊടുത്തിട്ടുണ്ട്. ഇത് ബേസ് വേരിയൻറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒക്കെ വരുന്നുള്ളൂ. ടോപ്പ് വേരിയൻറ്റിലൂടെ ബ്ലാക്ക് ആണ്. ടോപ്പ് വേരിയൻറ്റിന് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു കളറും ഈ ഒരു ഗ്രേ കളറും പിന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക് കളറും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മിഡിൽ വേരിയൻറ്റിന് ഒരു റെഡ് കളർ വരുന്നുണ്ട്, ഒരു ബ്ലൂ കളർ വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിന് സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. അതിന് വൈറ്റ് കളറാണ് ആ വണ്ടിക്ക് വരുന്നത്. ഇതിൻ്റെ മിഡിൽ വേരിയൻറ്റിൽ ഈ സാധാ അലോയാണ്. ഇത് ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ബേസും മിഡിലും ടോപ്പുമായിട്ടുള്ള ഈ 3 വേരിയൻസിലുള്ള വ്യത്യാസങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാഴ്ചയിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മുടെ റൈഡർ ഫുഡ് പെക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ റിയർ ബ്രേക്കിൻ്റെ മാസ്റ്റർ
സിലിണ്ടറിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു പ്ലാസ്റ്റിക് ചെറിയൊരു സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും അതുപോലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിയർ കോർ റൈഡറുടെ കാല് ഇങ്ങോട്ട് പോയി മുട്ടായിരിക്കാൻ വേണ്ടി ആയിരിക്കാം. പിന്നെ ഹാർലി ഡേവിഡ്സൺ X440യും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈലൻസറിൻ്റെ ഡിസൈനിൽ നല്ലൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഇതിൻ്റെ സൈലൻസർ ഡിസൈൻ കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ കാർഡ് പോലെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കാലൊന്നും പൊള്ളായിരിക്കാൻ വേണ്ടി ആയിരിക്കാം. അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഉരുണ്ട് ചെറിയൊരു എന്താ പറയുക ഒരു സാധാരണ പോക്കോള് പോലെ ഒരു സൈലൻസർ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ഡിസൈനിങ്ങിൽ കുറച്ചുകൂടെ ഒരു മികവ് പുലർത്തിയിട്ടുണ്ട്. ഇത് കാണാനൊക്കെ ഒരു രസമുണ്ട്, കുറച്ചുകൂടെ ഭംഗിയുണ്ട്, ഒരു വെൽ ഡിസൈൻഡ് ആയിട്ടാണ് ഈ വണ്ടിയുടെ ഓൾ പാർട്സും ഡിസൈൻ ചെയ്തിരിക്കുന്നതിൽ സമ്മതിച്ചു കൊടുക്കണം. അത്യാവശ്യം നല്ല ഡിസൈനിങ്ങിൽ ഇതിൻ്റെ അത് അത്യാവശ്യം തല പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഹീറോ. കാരണം ഒരു പ്രീമിയം സെഗ്മെൻറ്റിലെ ആദ്യത്തെ വണ്ടി ആയതുകൊണ്ട് തന്നെ ലുക്കിൽ മാരകമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് വരുത്താൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇതിൽ കാണാനും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ സസ്പെൻഷൻ്റെ കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ സാധാരണ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള 2 സസ്പെൻഷനാണ്. മോണോ ഷോക്ക് കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അതും പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ അത്യാവശ്യം നല്ല സസ്പെൻഷനാണ്. കട്ടറിലെ കൂടെയൊക്കെ ചാടിച്ച് നോക്കി അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല യാത്രാസുഖമുണ്ട്. ഞാൻ പുറകെ ഇരുന്ന് ഫ്രണ്ടിൽ ഇരുന്നൊക്കെ ഇത് ഓടിച്ച് നോക്കി. ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്കും 240mm ഡിസ്ക് ബ്രേക്കും ബൈബർ കാലിപ്പർ തന്നെയാണ്. 150 സെക്ഷൻ്റെ സാപ്പർ ടയേഴ്സുമാണ് ബാഗിൽ കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയർ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് പോലെ ഇഷ്ടപ്പെട്ട സാധനമാണ് ഇതിൻ്റെ ബാക്ക് ലുക്ക്. ഹാർലി ഡേവിഡ്സൺ X440 വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് ലുക്ക് ഇതാണ് എനിക്ക് കുറച്ചുകൂടെ മികച്ചതായിട്ട് തോന്നുന്നത്. കിടിലൻ നല്ലൊരു ഗ്രാബ് റെയിലും കാര്യങ്ങളും കാണാം. ഇതിൻ്റെ പൊക്കത്തായിട്ട് ഹീറോ എന്ന് എഴുത്തുണ്ട്. ഇവിടെ 2 നട്ടും ബോൾട്ടൊക്കെയുള്ള ഭാഗം കാണും. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ടോപ്പ് ബാറൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ ഇട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടെയിൽ ലൈറ്റ് സെറ്റപ്പ്, ഇതിൻ്റെ ടെയിൽ ലൈറ്റ് സെറ്റപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ മനോഹരമായിട്ട് തോന്നുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഗ്യാപ്പും കാര്യങ്ങളൊന്നും കാണാനില്ല. നല്ല ഫിറ്റും ഫിനിഷും, അതാണ് ഞാൻ പറയുന്നത്. ആ വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത്. എവിടെ നോക്കിയാലും നല്ല ഫിറ്റും ഫിനിഷും. അതിൽ ഹീറോയുടെ H ഷേപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന തരത്തിലാണ് ആ ടൈലൈറ്റ് തെളിഞ്ഞിരിക്കുമ്പോൾ. ഇതിൻ്റെ നടുക്കായിട്ടാണ് ബ്രേക്ക് ലൈറ്റ് വരുന്നത്. ഇവിടെ ഹീറോ എന്ന് ചെറിയ സ്റ്റിക്കറുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ബാക്ക് മഡ് ഫ്ലാപ്പ് കുറച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ടാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഊരിക്കളഞ്ഞാൽ കുറച്ചുകൂടെ ഇങ്ങനെ ഷോർട്ടാകും കേട്ടോ. ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പിന്നെ നമ്മുടെ LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കാണാം. അതിൻ്റെ അകത്തും ബാക്കിലും ഹീറോയുടെ ആ ലോഗോയും കാര്യങ്ങളും കാണാം. ഇവിടെയാണ് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്നത്. അത്യാവശ്യം നല്ല ചെളിയൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടി നല്ല എക്സ്റ്റെൻഡ് ആയിട്ടാണ് അതിൻ്റെ ഒരു ടെയിൽ പോർഷൻ പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ലേഡീസ് സാരി ഗാർഡും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം സെറ്റപ്പുള്ള നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള സോഫ്റ്റ് കുഷ്യൻഡ് ആയിട്ടുള്ള സീറ്റാണ്. ഈ സീറ്റിൽ ഒരു സ്റ്റിച്ചിങ് കാണാൻ പറ്റും. ഇത് ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിൽ റൈഡറുടെയും പില്ലൻ റൈഡറുടെയും ഭാഗം തമ്മിലൊരു സെപ്പറേഷനൊക്കെ ഫീൽ ചെയ്യുന്നു. ഇവിടെ കുറച്ച് ഡോട്ടഡ് ആയിട്ടും ഇവിടെ സാധാ പ്ലെയിൻ ആയിട്ടുമാണ് കാണുന്നത്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിലും മിഡിൽ വേരിയൻറ്റിലും പ്ലെയിൻ ആയിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ്. ടോപ്പ് വേരിയൻറ്റിലാണ് ഈ പ്രീമിയംനെസ് കാണിക്കാൻ വേണ്ടിയാണ് കുറച്ച് സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ അപ്പുറത്ത് കണ്ട പോലെയൊക്കെ തന്നെ, അപ്പുറത്ത് കണ്ട പോലെ എന്ന് പറഞ്ഞാൽ സൈലൻസർ ഇല്ല കേട്ടോ. പിന്നെ ഓപ്പൺ ചെയിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു സെമി ചെയിൻ കവറാണ് പുറത്ത് വരുന്നത്. അതുപോലെ തന്നെ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള സ്വിംഗ് ആമ്പും കാര്യങ്ങളാണ് വരുന്നത്. അലുമിനിയം സ്വിംഗ് ആമ്പും കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. ഇതൊക്കെ പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും. 6 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളും വരുന്നുണ്ട്. എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഓയിൽ കൂൾഡിൻ്റെ സിസ്റ്റം ഈ ഒരു സൈഡിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ഫിറ്റിലും ഫിനിഷിലും നല്ല രീതിയിൽ തന്നെ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് സൈഡ് ഒരു പ്ലാസ്റ്റിക് പ്രൊട്ടക്ഷൻ കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ചുറ്റും നടന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇനി ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് പോകുകയാണെങ്കിൽ ഒരു 4 സ്ട്രോക്ക് 2 വാൽവ് ലോങ് സ്ട്രോക്ക് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. എയർ ആൻഡ് ഓയിൽ കൂൾഡാണ്. 440cc ഒരു എഞ്ചിനാണിത്. അപ്പോൾ നമ്മൾ ഹാർലി ഡേവിഡ്സൺ X440 വീഡിയോ ചെയ്തപ്പം പറഞ്ഞ അതേ എഞ്ചിൻ തന്നെയാണ്. 27 PS പവർ, 6000 RPM അതുപോലെ 36 Nm ടോർക്ക്, 4000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കിടിലൻ എഞ്ചിൻ. പിന്നെ ഹാർലി ഡേവിഡ്സൺ X440 ആയിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ടോർക്കിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. ഹാർലി ഡേവിഡ്സണിൽ 38 Nm ആണെങ്കിൽ ഇവിടെ 36 Nm ടോർക്കാണ്. ടോർക്ക് കുറച്ച് കുറവായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും ഓടിക്കുമ്പോൾ ഒന്നും അത് വലിയധികം ഫീൽ ചെയ്തൊന്നുമില്ല. ഇനി നമുക്ക് ഈ വണ്ടിയുടെ മീറ്റർ കൺസോളും കാര്യങ്ങളോട്ടൊക്കെ പോകാം. എന്തൊക്കെയാണ് ഇനി അവിടെ കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മീറ്റർ കൺസോളിനെ പറ്റി പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ സ്വിച്ചസിൽ പക്ക ക്വാളിറ്റിയും ഫിറ്റും ഫിനിഷുമാണ്. എനിക്ക് തോന്നുന്ന ഫിറ്റും ഫിനിഷും ക്വാളിറ്റി എന്നുള്ള വാക്കൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഒരു വണ്ടിയുടെ റിവ്യൂവിലായിരിക്കും. ഇതിൻ്റെ സ്വിച്ചസൊക്കെ കണ്ട ഹൈലി പ്രീമിയം സെറ്റപ്പാണ് കേട്ടോ. ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്വിച്ചാണ്. അതിൽ എഞ്ചിൻ കില്ലും സ്റ്റാർട്ടും എല്ലാം ഒറ്റ സ്വിച്ചിലാണ്. ഇവിടെ ഹസാർഡിന് വേണ്ടിയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സ്വിച്ച് ഉണ്ട്. ഇവിടെ SOS സ്വിച്ച് ഉണ്ട്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ ബന്ധപ്പെടാൻ വേണ്ടിയാണ് ഈ SOS സ്വിച്ച് ഉള്ളത്. ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലുള്ളൂ SOSും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഹീറോയുടെ ഒരു ലോഗോ ഒക്കെ കാണാൻ പറ്റും. ഇവിടെയാണ് പാസും സംഭവങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് നടുക്ക് പുഷ് ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ ഹോണും കാര്യങ്ങളും വരുന്നത്. ഞാൻ ജസ്റ്റ് ഹോണൊന്ന് അടിച്ച് ഏൽപ്പിക്കാം. ഹോണിൻ്റെ സൗണ്ടൊക്കെ കേട്ടോ. ഇതാണ് ഹോണിൻ്റെ സൗണ്ടും കാര്യം. നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ് കൊടുത്തത്. ഇവിടെ ഹാൻഡിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് സ്ട്രെസ് ഒന്നും കൂടാതെ നമുക്ക് നല്ല സൂപ്പറായിട്ടിരുന്ന് അപ്സ്ട്രൈറ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന തരത്തിലാണ്. ഞാനത് ഓടിക്കുമ്പോൾ പറയാം. പിന്നെ ഇതിൻ്റെ കീ ഞാൻ ജസ്റ്റ് ഒന്ന് ഊരി കാണിക്കാം. കീയുടെ ഡിസൈനൊക്കെ ഉണ്ടോ, ഹൈലി പ്രീമിയം സെറ്റപ്പിലുള്ള കീയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കീ ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീറ്റർ കൺസോൾ തെളിഞ്ഞു വരും. ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു മീറ്റർ കൺസോളാണ്. നല്ല ഒതുക്കത്തിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ ട്രിപ്പ് A ഉണ്ട്,
ബി ഉണ്ട്. അതുപോലെ ആവറേജ് ഫ്യൂൽ എക്കോണമി കാണിക്കുന്നുണ്ട്, റേഞ്ച് കാണിക്കുന്നുണ്ട്, അത്യാവശ്യം വേണ്ട എല്ലാ കാര്യവും. പിന്നെ 10/10 നാവിഗേഷനും കാര്യങ്ങളും കോളലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈമുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ന്യൂട്രൽ, സൈഡ് സ്റ്റാൻഡിൻ്റെ ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്ററിന് കാണിക്കുന്നുണ്ട്. പിന്നെ ഹീറോയുടെ ഒരു ലോഗോ ഇവിടെ ചെറുതായിട്ട് തെളിഞ്ഞിരിക്കുന്നത് കാണാം, ഉണ്ടോ? അത് തെളിയുന്നതാണ് കേട്ടോ, ഹീറോയുടെ ഒരു ലോഗോ. പിന്നെ ഇവിടെ ഫോണിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ബ്ലൂടൂത്തിൻ്റെ കാണിക്കും. ഇവിടെ ഫ്യൂൽ ഗേജിൻ്റെ വാണിംഗ് കാണിക്കും, റിസർവ് ആണോ എന്ന്. പിന്നെ ഫ്യൂൽ ഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഉണ്ട്, ABS-ൻ്റെ ഉണ്ട്, അങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് വണ്ടിയിലും. ഇവിടെ ഹീറോ ആപ്പിൻ്റെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്തിട്ടാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണും വണ്ടിയായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മീറ്റർ കൺസോളും കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുന്ന് കണ്ടോ, നമ്മൾ നോക്കുമ്പോൾ തന്നെ വലിയൊരു വണ്ടിയാണ്. ഫ്രണ്ടിലോട്ട് ഇപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും കണ്ടോ, ബാക്കിൽ നിന്ന് ഇതിന് മസിൽ ഇങ്ങനെ കൂടി ഫ്രണ്ടിലോട്ട് നല്ല രീതിയിൽ മസിൽ കൂടി വരുന്നൊരു വണ്ടിയാണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് ഒരു ചെറിയ സെൻസർ കാണും, അതായത് നമ്മുടെ ഫോണിൻ്റെയൊക്കെ ഡിസ്പ്ലേയുടെ വെട്ടം കൂടുകയും കുറയുകയും ചെയ്യുന്ന പോലെ. അപ്പോൾ ഈ ഒരു സെൻസറിൽ വെട്ടം അടിക്കുന്ന അനുസരിച്ചാണ് ഹെഡ്ലൈറ്റിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇവിടെ രാത്രി ആകുമ്പോഴത്തേക്കും ഇവിടെ ഇതിപ്പോൾ മറച്ച് പിടിച്ചാൽ മതി. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഞാനിപ്പോൾ പൊത്തി പിടിക്കുകയാണെങ്കിൽ തന്നെ ഹെഡ്ലൈറ്റ് തെളിയും. അതേസമയം വെട്ടം അടിക്കുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റ് കെടും. അത് അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ്ലൈറ്റ് കെടുകയും തെളിയുകയും ചെയ്യുന്ന സെറ്റപ്പ്. അതിൻ്റെ സെൻസറാണ് ഈ കാണുന്നത്, ഈ കുഞ്ഞ് സാധനം, ഈ ചെറിയൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ തോന്നും. ഇപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ ഞാനത് കാണിച്ചു തരായിരുന്നു. വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഹെഡ്ലൈറ്റിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഞാൻ പൊത്തി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് തന്നെ തെളി. അത് കൈ എടുത്തു കഴിഞ്ഞാൽ കെടുകയും ചെയ്യും. അതായത് രാത്രി ആകുമ്പോഴത്തേക്കും തന്നെ തെളിയും. അത് ഓട്ടോമാറ്റിക് ഇലുമിനേറ്റഡ് ഹെഡ്ലൈറ്റ് സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത്. ഇനി ഞാൻ അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നൊന്നുമില്ല. ഈ വണ്ടിയെ കയറിയിരുന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചും കൂടെ നിങ്ങളെ കാണിക്കാം. അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാം. വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇതിൻ്റെ സൗണ്ടും കൂടെ ഒന്ന് കേൾപ്പിക്കാം, എന്നിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് ഐഡിയൽ സൗണ്ടും ഓടുമ്പോഴുള്ള സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമല്ലോ. അപ്പോൾ ജസ്റ്റ് ന്യൂട്രലാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയൽ സൗണ്ട്. നല്ല ബാസി ആയിട്ടുള്ള, നല്ല എന്താ പറയുക, കിടിലൻ ട്യൂൺഡ് സൗണ്ടാണ് കേട്ടോ. ഈ റോയൽ എൻഫീൽഡിൻ്റെയൊക്കെ വാഹനങ്ങളിലും അതുപോലെ ഹോണ്ടയുടെ CB 350 അങ്ങനത്തെ ഉള്ള വാഹനങ്ങളിലേക്കില്ല, അതിലേക്ക് പോലത്തെ ആ ഒരു ബാസ് ഉള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സൗണ്ട്, ഗുഡ് 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 ഗുഡ്, ആ ഒരു സൗണ്ട് ഇത് കിട്ടുന്നുണ്ട്. നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ്, ഓടുമ്പോഴും നല്ല രീതിയിൽ ഈ ഒരു സൗണ്ട്, അതിൻ്റെ ഒരു ക്ലാരിറ്റിയും ആ ഒരു ബാസൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ പറഞ്ഞില്ല, 175 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വാഹനം കൂടിയാണ്. അപ്പം ഇനി നമുക്ക് വണ്ടി ഓടിക്കാം. വണ്ടിയിലോട്ട് കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ 5.7 ആണെന്ന് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ആയിട്ടുള്ള വണ്ടിയാണ്, നല്ല വൈഡ് ഹാൻഡിലായതുകൊണ്ട് അപ്പ് സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട്. നല്ല സ്റ്റഡി ആയിട്ട്, അത്യാവശ്യം സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട്, സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ കാല് വരുന്നത് കണ്ടോ, നേരെ താഴെയായിട്ടാണ് ഫുട് ബ്രേക്കും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ പുറകോട്ടൊന്നുമല്ല. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്തിരുന്ന് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ ഒരു കർവ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 187 കിലോയാണ്. ഇതിൻ്റെ സ്പോക്ക് വീൽസ് ഉള്ളതിന് 191 കിലോയാണ് വരുന്നത്. ഓഫാക്കാം, നല്ല ഞാൻ പറയുന്നത് ചിലപ്പോൾ കേൾക്കത്തില്ല. പിന്നെ ഹാർലി ഡേവിഡ്സൺ X440ക്ക് 190.5 കിലോയാണ് വരുന്നത്. അപ്പോൾ ഹാർലി ഡേവിഡ്സണും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വെയിറ്റ് വ്യത്യാസമൊക്കെ ഉണ്ട്, കുറച്ച് വെയിറ്റ് കുറവുണ്ട്. ഞാൻ സീറ്റ് ഹൈറ്റ് പറഞ്ഞു തോന്നുന്നു 803 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഓവറോൾ സംഭവങ്ങൾ. ഇനി നമുക്ക് ഓടിക്കാം കേട്ടോ. അപ്പം ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി ഓഫായിപ്പോയി. സൈഡ് സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നു. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുക്കാം. അത്യാവശ്യം ടോർക്കിയായിട്ടുള്ള വാഹനമാണ് കേട്ടോ. സ്ലിപ്പർ ക്ലച്ചാണ് വാഹനത്തിൻ്റെ. ഉണ്ടോ, ക്ലച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് തൂവൽ സ്പർശമാണ്. ഇതിപ്പം ക്ലച്ചിൽ നിന്ന് വിട്ടാൽ മതി, ടോർക്കുള്ള വാഹനമായതുകൊണ്ട് കൈയൊന്നും കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോയിക്കോളും. ഇത് ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. 9 കിലോമീറ്റർ സ്പീഡിൽ, ആക്സിലേറ്റർ ഒന്നും കൊടുത്തിട്ടില്ല. ഐഡിയലിൽ വണ്ടി ഇങ്ങനെ ഇത് പൊക്കോണ്ടിരിക്കുകയാണ്. സെക്കൻഡേലും ചിലപ്പം പോകുമായിരിക്കും കേട്ടോ. സെക്കൻഡേലും പോകുന്നുണ്ട് കേട്ടോ. ആക്സിലേറ്റർ ഞാൻ തൊട്ടിട്ടേ ഇല്ല. ഇപ്പോൾ 13 പോകുന്നത്. ചെയിൻ നോക്കിംഗ് ഒന്നും ഇതുവരെ ഇല്ല. 15 തേർഡായപ്പോൾ ചെയിൻ അടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ ക്ലച്ചിൽ നിന്ന് വിട്ടെടുക്കാൻ പാടുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ആക്സിലേറ്റർ ഒന്നും കൊടുക്കണ്ട, ക്ലച്ചിൽ നിന്ന് വിട്ടാൽ മതി, വണ്ടി തന്നെ ഓടിക്കോളും. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തോ. ആണോ, വലിച്ചെടുത്തു, RPM കട്ടടിച്ചു. നല്ല രീതിയിലുള്ള വലിച്ചെടുപ്പുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള, ഇതൊക്കെ പ്രൈവറ്റ് സ്ഥലമാണ് കേട്ടോ, മെയിൻ റോഡൊന്നുമല്ല. മെയിൻ റോഡിൽ കിടന്ന് കഴപ്പ് കാണിച്ചെന്ന് പറഞ്ഞേക്കല്ലേ. ഇത് ജസ്റ്റ് നല്ലൊരു പവർ ഡെലിവറി വണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള പവർ ഡെലിവറി വണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്.
ഞാൻ എൻ്റെ ഹെൽമെറ്റിൻ്റെ ക്ലിപ്പൊന്ന് ഇട്ടോട്ടെ, അത് കിടന്ന് അടിക്കുന്നുണ്ട്. ന്യൂട്രലൊന്നും ഇടട്ടെ, എന്നിട്ട് നമുക്ക് മെയിൻ റോഡിലോട്ട് പയ്യെ ഇറക്കാം. ക്ലിപ്പ് ഇട്ടും. അപ്പം എന്താ പറയുക, ഒരു വൈബ്രേഷൻ്റെ ഒരു ചെറിയൊരു ഫീല് കയ്യിൽ, നമ്മുടെ ഈ ലിവേഴ്സിലൊക്കെ ചെറുതായിട്ടൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിതംബത്തിലൊന്നുമില്ല, കാലിലും ചെറുതായിട്ടൊക്കെ ഒരു ചെറിയൊരു ഫീലൊക്കെ ഉള്ളൂ. ചെറിയൊരു സുഖമുള്ളൊരു ഫീലാട്ടോ, അല്ലാണ്ട് അരോചകമല്ല. പക്ഷേ ഞാനിതിൻ്റെ പില്യൺ റൈഡറായിട്ട് പുറകിലിരുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം വൈബ്രേഷൻ എൻ്റെ ചന്തിക്ക് ഫീൽ ചെയ്തു. അത് ഈ സിറ്റിയിലൊക്കെ വെച്ചിട്ട് ഫസ്റ്റിലിട്ട് അങ്ങ് എടുത്തപ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്ന് അങ്ങ് എടുത്തപ്പോൾ എനിക്ക് ബാക്കിൽ ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്തു പുറകിരുന്നപ്പോൾ. അല്ലാണ്ട് ഇങ്ങനെ ഓടിച്ചു പോയപ്പോൾ ഫീൽ ഇല്ല. ഇപ്പം നമ്മൾ ഓടിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് വലിയ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. സീരിയസ്ലി പറയുന്നതാണ്. ചെറിയൊരു തരിപ്പൊക്കെ ഉള്ളൂ, അതൊരു സുഖമുള്ള വൈബ്രേഷനാണ്. അല്ലാണ്ട് വേറെ നോയ്സോ പാർട്സിൻ്റെ മറ്റേ ഇളക്കോ അതൊന്നും ഇതൊന്നും ഫീലൊന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ബേസ് വേരിയൻറ്റിന് 253, മിഡിൽ വേരിയൻറ്റ് 283, ടോപ്പ് വേരിയൻറ്റ് 295 വരുന്നത്. ഹാർലി ഡേവിഡ്സൺ X440 വെച്ച് നോക്കുമ്പോൾ അതിന് 370 ഓൺ റോഡ് വരുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപയോളം വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ബിൽഡിലും ക്വാളിറ്റിയിലും സ്പെക്കിലും കാര്യത്തിലൊന്നും ഒരു കുറവില്ല. താനും ലുക്കിലും എല്ലാം കൊണ്ടും സെറ്റപ്പ് വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് ജൂബിലി ഹീറോ നാഗമ്പടാണ്. ഒരിക്കൽ കൂടി പറയാണ്. അപ്പോൾ അവരാണ് നമുക്ക് ഈ ഒരു വണ്ടി വീഡിയോ എടുക്കാൻ തന്നിരിക്കുന്നത്. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വണ്ടി സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ വിളിക്കാനാണ്. ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്, വണ്ടി ബുക്ക് ചെയ്യാം, വാങ്ങിക്കാം. ഹീറോയുടെ എല്ലാ വാഹനങ്ങളും അവിടെ കിട്ടുന്നതാണ്. ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യാൻ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് വരുന്നൊരു വാഹനമാണ് കേട്ടോ. സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു. ഞാൻ പേടിച്ചു പോയി, പോലീസുകാരാന്ന്. പക്ഷേ ഒറിജിനൽ അല്ലായിരുന്നു, ഡമ്മിയായിരുന്നു. നമ്മളെപ്പോഴും റിവ്യൂ ചെയ്യുന്ന വഴി തന്നെയാണ്. കാരണം വേറൊന്നുമില്ല, നമുക്കിവിടെ റിവ്യൂ ചെയ്യാൻ ആകെ ഒരു ബൈപ്പാസ് റോഡ് മാത്രമേ ഉള്ളൂ. വണ്ടി സുഖമുണ്ട് കേട്ടോ. ടൂറൊക്കെ പോകാൻ, ലോങ് ഡ്രൈവ്, സിറ്റി യൂസ് എല്ലാത്തിനും പറ്റും. നല്ലൊരു വണ്ടിയാണ്. എൻ്റെ മൈലേജ് എന്നൊക്കെ പറഞ്ഞത് 32-35 ഒക്കെയാണ്. 30 കിട്ടുമായിരിക്കും. 30 കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ചാണ് ഞാൻ എല്ലാ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തോന്നുന്നു. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി, മറുപടി തരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടമായിരിക്കും. ഒരുപാട് സ്നേഹം മാത്രം, ഇപ്പം തരുന്ന സപ്പോർട്ടും സ്നേഹവും ഇനിയും തരണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടാറ്റ.